അങ്ങനെ ഓണം വന്നു. ഓണാഘോഷങ്ങൾക്കൊപ്പം മലയാളീസ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒന്നാണ് സെപ്റ്റംബർ 26 നറുക്കെടുക്കുന്ന 30 കോടിയുടെ തിരുവോണം ബമ്പർ. ജസ്റ്റ് ഇമാജിൻ, ഞാൻ 500 രൂപ കൊടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. ആൻഡ് എനിക്ക് 30 കോടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? എൻ്റെ ലോട്ടറി ടിക്കറ്റിന്റെ പുറകെ തന്നെ എൻ്റെ പേരും എൻ്റെ ആധാർ കാർഡിലുള്ള അഡ്രസ്സും എഴുതി ഞാൻ സൈൻ ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ ഉടനെ അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിയമപരമായി ലോട്ടറി ടിക്കറ്റ് ഒരു ബെയറർ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ആരുടെ കയ്യിലാണോ ഈ പ്രൈസ് അടിച്ച ഒറിജിനൽ ലോട്ടറി ടിക്കറ്റ് ഉള്ളത് അവർക്ക് ആ പ്രൈസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു ഇൻസിഡന്റ് ആണ് കണ്ണൂരിലുണ്ടായത്. അതായത് ഒരാൾക്ക് 1 കോടി രൂപ പ്രൈസ് അടിച്ചു. അങ്ങനെ GST ഒന്നും ഇല്ലാതെ ഫുൾ എമൗണ്ട് പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാങ് അയാളെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ആ പ്രൈസ് അടിച്ച ആൾ ആ ഡീലിൽ സമ്മതിക്കുകയും പിന്നീട് അയാളെ കിഡ്നാപ്പ് ചെയ്ത് ആ ലോട്ടറി ടിക്കറ്റ് അവർ തട്ടിയെടുക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് ആ ഗ്യാങ്ങിന്റെ അടുത്ത് ആ ടിക്കറ്റ് തിരിച്ചെടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ എപ്പോൾ എടുത്താലും അത് സൈൻ ചെയ്യണം. അതുപോലെ തന്നെ വേറൊരാൾക്ക് അത് കൈമാറും. ഇനി 30 കോടി അടിച്ചു തന്നെ കൂട്ടിക്കോ, ഈ ഫുൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമോ? ഇല്ല. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 194B ആൻഡ് സെക്ഷൻ 115BB പ്രകാരം ഒരു വലിയ എമൗണ്ട് തന്നെ ടാക്സ് ആയിട്ട് തന്നെ പോകും. അതെങ്ങനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഏജന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 10% കുറയും, അതായത് അറൌണ്ട് ഒരു 3 crore. ബാക്കിയുള്ള എമൗണ്ടിന് ഫ്ലാറ്റ് 30% ടാക്സ് ആയിട്ട് തന്നെ കുറയും. അതിന്റെ കൂടെ സർചാർജും സെസ്സും എല്ലാം ഉണ്ടാകും. ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് അറൌണ്ട് ഒരു 15 crore to 16 crore ആയിരിക്കും നമ്മുടെ വിന്നറുടെ കയ്യിൽ കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, 30 കോടിയുടെ ലോട്ടറി എന്ന് പറഞ്ഞിട്ട് ആ വിന്നറിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 15 to 16 crore ആയിരിക്കും. അത്രയും കുറഞ്ഞിട്ടായിരിക്കും കയ്യിലെത്തുക. ഇനി ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പിനെ കുറിച്ച് പറയാം. കേരള ലോട്ടറീസ് റെഗുലേഷൻ ആക്ട് 1998 പ്രകാരം കേരള സ്റ്റേറ്റ് ബൗണ്ടറിയിൽ മാത്രമേ ലോട്ടറി വിൽക്കാൻ പാടുള്ളൂ. ഇന്ത്യയിൽ 13 സ്റ്റേറ്റ്സിൽ മാത്രമാണ് ലോട്ടറി ലീഗൽ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ സ്റ്റേറ്റ്സിലോ അതോ NRIസിനോ ലോട്ടറി ഓൺലൈൻ ആയിട്ട് വിൽക്കുന്നത് കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റഡ് ആണ്. അതിനുള്ള ഒരു ഓതറൈസേഷൻ ഗവൺമെന്റ് ആർക്കും കൊടുത്തിട്ടില്ല. സോ കേരള ഇസ് സ്ട്രിക്ട്ലി എ പേപ്പർ ലോട്ടറി സ്റ്റേറ്റ്. ഇവിടെയാണ് സ്കാമേഴ്സിന്റെ കളി. കേരളത്തിന് പുറത്തുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഓൺലൈൻ ബമ്പർ ബുക്കിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഫേക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ലിങ്ക് ആയി ഗവൺമെന്റ് ലോഗോ യൂസ് ചെയ്ത് ഫേക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് IT ആക്ട് സെക്ഷൻ 66C ആൻഡ് 66D പ്രകാരം സീരിയസ് ക്രൈം ആണ്. നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോട്ടറി ടിക്കറ്റ് ആർക്കും കൈമാറാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും നോക്കിയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. പല ഇഷ്യൂസും നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ലോട്ടറി എന്ന് പറയുന്നത്. ആൻഡ് മൈ ബിഗർ ക്വസ്റ്റൻ ഇസ്, ഈ ലോട്ടറി എടുക്കുന്നത് നല്ലതാണോ? ഇനി ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറയാം. ആക്ച്വലി ഇതിന് ഗുഡ് സൈഡ് ഉണ്ട്, ബാഡ് സൈഡ് ഉണ്ട്. നമുക്ക് ആദ്യം ഗുഡ് സൈഡ് നോക്കാം. അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റണ്ണിങ് ബിസിനസ് ആണ് ലോട്ടറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ട കുറേ പേരുടെ ലൈവ്ലിഹുഡ് ആണ് ഈ ലോട്ടറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ലോട്ടറി എടുക്കാന്ന് പറയുന്നത് നല്ലതാണ്. കാരണം ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടും ഈ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ലോട്ടറി എടുക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബാഡ് സൈഡ് എന്ന് പറയുന്നത് ഇതൊരു ഡെയിലി ഹാബിറ്റ് ആക്കാതിരുന്നാൽ മതി. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടും ലോട്ടറി എടുക്കണം, ലോട്ടറി ഇസ് ദി ലാസ്റ്റ് ഹോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. താങ്ക് യു.